നമസ്തേ. മോദി വിരോധത്തിന് പിന്നിൽ ഭയമോ? ആരോപണങ്ങളും രാഷ്ട്രീയവാദങ്ങളും രാഷ്ട്രീയത്തിൽ എതിർപ്പുകൾ സ്വാഭാവികമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു നേതാവിനെയും ഒരു പാർട്ടിയെയും വിമർശിക്കാനും എതിർക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ ചിലപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്: ഒരു വ്യക്തി രാഷ്ട്രീയ പ്രവർത്തകനല്ലായിരുന്നിട്ടും ഒരു പ്രത്യേക നേതാവിനും പാർട്ടിക്കുമെതിരെ നിരന്തരം നിലപാടെടുക്കുന്നത് എന്തുകൊണ്ട്? ഇത് വെറും ആശയപരമായ എതിർപ്പാണോ, അല്ലെങ്കിൽ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ രാഷ്ട്രീയ വേദികളിലും സോഷ്യൽ മീഡിയയിലും സജീവമാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനം ഉയരുന്നത് പുതിയ കാര്യമല്ല. ജനാധിപത്യത്തിൽ ഭരണാധികാരികളെ ചോദ്യം ചെയ്യുന്നത് സാധാരണമാണ്. എന്നാൽ മോദി വിരോധം എന്നത് പലപ്പോഴും രാഷ്ട്രീയ പരിധി കടന്ന് വ്യക്തിപരമായ തലത്തിലേക്ക് പോകുന്നുണ്ട് എന്നതാണ് വാസ്തവം. മോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നിരവധി ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലർക്ക് അദ്ദേഹത്തോട് രാഷ്ട്രീയ എതിർപ്പ് ഉണ്ടാകുന്നത് എന്നുള്ളത് പരമമായ സത്യം. ഒരു നേതാവിനെ ചോദ്യം ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അതിനെ ഭയത്തിന്റെ പേരിൽ മാത്രം കാണാൻ കഴിയില്ല എന്നാണ് വിമർശകർ പറയുന്നത്. ഇതിനിടയിലാണ് ചില വ്യക്തികളെ ചുറ്റിപ്പറ്റി ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമാവുന്നത്. ഒരാൾക്കൊന്നും മറയ്ക്കാനില്ലെങ്കിൽ എന്തിന് ഭയം എന്ന ചോദ്യമാണ് ചിലർ ഉയർത്തുന്നത്. അതേസമയം ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാടിനെ മാത്രം അടിസ്ഥാനമാക്കി അയാൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല എന്ന മറുവാദവും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന മറ്റൊരു വിഷയം തമിഴ്നാട് ചലച്ചിത്ര താരം പ്രകാശ് രാജിന് ഒന്നിലധികം തിരിച്ചറിയൽ രേഖകൾ ഉണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ്. 3 സംസ്ഥാനങ്ങളിൽ 4 തിരിച്ചറിയൽ കാർഡുകൾ എന്ന ആരോപണം ഉയർന്നതോടെ വലിയ ചർച്ചകളാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ യഥാർത്ഥ വസ്തുത എന്താണ് എന്നത് ഔദ്യോഗിക പരിശോധനകളും അന്വേഷണങ്ങളും വഴിയാണ് വ്യക്തത വരുത്തേണ്ടത്. കാരണം ഒരു ആരോപണം ഉയരുന്നത് ഒരു കാര്യം, അത് തെളിയിക്കപ്പെടുന്നത് മറ്റൊരു കാര്യമാണ്. രാഷ്ട്രീയത്തിൽ പലപ്പോഴും കാണുന്ന ഒരു പ്രവണതയാണ് ഒരു പക്ഷം ആരോപണം ഉന്നയിക്കും, മറുപക്ഷം അത് രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് വിശേഷിപ്പിക്കും. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അധികാരം ഉപയോഗിച്ച് എതിരാളികളെ ലക്ഷ്യമിടുന്നു എന്നതാണ് വിമർശകരുടെ വാദം. പ്രധാനമന്ത്രി മോദിയുടെ രാഷ്ട്രീയ യാത്ര നോക്കുമ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് അദ്ദേഹത്തിന് ജനപിന്തുണ ശക്തമാണെന്നും പല വലിയ തീരുമാനങ്ങൾ നടപ്പാക്കിയെന്നുമാണ്. വിമർശകർ പറയുന്നത് ഭരണ നടപടികളും നയങ്ങളും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നുമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ മോദി വിരോധം മാത്രം നോക്കി അയാളുടെ ഉദ്ദേശം തീരുമാനിക്കുന്നത് എത്രത്തോളം ശരിയാണെന്നതും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ജനാധിപത്യത്തിൽ എതിർപ്പും പിന്തുണയും ഒരുപോലെ പ്രധാനമാണ്. ആരോപണങ്ങൾ ഉയരുമ്പോൾ സത്യം എന്താണെന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല, വസ്തുതകളും തെളിവുകളുമാണ് തീരുമാനിക്കുന്നത്. ലോജിക്കലായി നോക്കിയാൽ ഒരാൾക്കും മോദിയെ എതിർക്കാൻ ഒന്നുമില്ല. രാഷ്ട്രീയക്കാർക്ക് അത് അവരുടെ ജോലിയാണ്. എന്നാൽ ഒരാൾ രാഷ്ട്രീയക്കാരനല്ലാതെ ഇരുന്നിട്ടും മോഡിക്കെതിരെ, ഹിന്ദുവിനെതിരെ, BJPക്കെതിരെ, ഇന്ത്യക്കെതിരെ ഒരു നിലപാടെടുക്കുന്നുണ്ട് എങ്കിൽ അവന് ഭയക്കാൻ എന്തോ ഉണ്ട്. അവന്റെ മടിയിൽ കനമുണ്ട്. അവന് അവന്റെ ചെയ്തികളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. മോദി അവനെ തേടി വന്നേക്കുമെന്ന് അവൻ ഭയക്കുന്നു. അവന്റെ കള്ളത്തരം BJP അല്ലാതെ വേറെ ആര് വന്നാലും മറച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമാണ് അവരെ മോദി വിരുദ്ധനാക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലായി 4 തിരിച്ചറിയൽ കാർഡ്. ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു? മോദിയുടെ രാശി വെച്ച് മോദി ആർക്കെതിരെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാശിയിലെ കാലഭൈരവൻ സമയമാവുമ്പോൾ ഓരോരുത്തരെ പിടിച്ച് ലോക്ക് ചെയ്യും. മടിയിൽ കനമില്ല എങ്കിൽ മോഡിയുമായി ചേർന്ന് പോകാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. സേഫ് ആണ്.